നമസ്കാരം. സഹാര റൈസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വ്യത്യസ്തമായ നൂതനമായ ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത്. പലതും ഓരോ വർഷവും ഒരു അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപാദ്യ വിഷയമാണ് അവരുടെ ഒരു ഇനിഷ്യേറ്റീവ്സ്, ഓരോ സ്കീമുകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിനെ സംബന്ധിച്ച് ആ ഒരു പരീക്ഷയെ സംബന്ധിച്ചിട്ട് FSSAയുടെ എല്ലാവിധ സ്കീമിനെയും പറ്റിയൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിന് യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ എല്ലാവരും FSSAയുടെ ഇനിഷ്യേറ്റീവ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം. നമുക്ക് ഈ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇനി വരുമ്പോൾ തന്നെ അപ്ഡേഷൻസ് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു മേഖലയാണ് ഈ സ്കീമും ഇനിഷ്യേറ്റീവ്സും. എന്നാൽ അവരുടെ തന്നെ വെബ്സൈറ്റിൽ, ഒഫീഷ്യലായ വെബ്സൈറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട സ്കീമുകളെ പറ്റി പറയുന്നുണ്ട്. കുറച്ച് നമ്മളല്ലാത്ത ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാലും അല്ലാതെ പെട്ടെന്ന് ശ്രദ്ധയിൽ വരാത്ത പ്രധാനപ്പെട്ട എന്നാൽ നൂതനമായ സ്കീമുകളെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ദ ഈറ്റ് റൈറ്റ് മൂവ്മെൻറ്റ്, ഈറ്റ് റൈറ്റ് ഇന്ത്യ എന്ന് പറയുന്ന സ്കീമിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ കണ്ടിട്ടുള്ളതാണ്. അതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് എന്താണ്? ദ ഈറ്റ് റൈറ്റ് മൂവ്മെൻറ്റിൽ എന്താണ് ശരിക്കും പറയുന്നത്? ആജ് സേ തോടാക്കം എന്ന് പറയുന്നതാണ്. എന്താണ്? കഴിക്കുന്നതിൽ നമ്മൾ എടുക്കുന്ന ഏതൊരു ഭക്ഷ്യവസ്തു ആയാലും അതിലെടുക്കുന്നതിൽ നിന്നും കുറയ്ക്കണം എന്ന രീതി. എന്താണ് കുറയ്ക്കേണ്ടത് അത് പറയുന്നു അല്ലേ? ദ ക്യാമ്പയിൻ എയിംസ് ടു റെഡ്യൂസ് ദ ഷുഗർ, സോൾട്ട് ആൻഡ് ഫാറ്റ് ഇൻ പാക്കേജ്ഡ് ഫുഡ് ബൈ 30% in the next 3 years. And according to the Pawan Agarwal, CEO of FSSA, ഇപ്പോഴത്തെ CEO ആയ പവൻ അഗർവാൾ പറയുന്നു, the purpose of this campaign is to raise awareness among people that sugar, salt and fat are not good for health and should be consumed in minimal ക്വാണ്ടിറ്റീസ്. അതെ, തീർച്ചയായിട്ടും. എന്നാലും നമുക്കൊരു ക്രേവിങ് അതിൻ്റെ ഭാഗമായിട്ട് വരും. നമ്മൾ കഴിക്കുമ്പോൾ ഇപ്പം ഇല്ലേ, തിരക്കില്ലാത്തൊരു ചായക്കട കാണാൻ നമുക്ക് സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ ഷുഗർ, ഒരു സ്വീറ്റായിട്ടുള്ള എന്തെങ്കിലും കണ്ടോ, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ് ആഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു പിടിവിട്ട് പോകുന്ന സാഹചര്യങ്ങൾ ചിലർക്ക് മനസ്സിലാവും. ചിലപ്പോൾ സൈക്കോളജിക്കലി ഉള്ള സംഭവമായിരിക്കാം. എന്നാൽ സോൾട്ട്, അത് പ്രഷർ, നമ്മുടെ ശരീരത്തിൽ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെയൊക്കെ വിളിച്ചു വരുത്തുന്ന സംഭവങ്ങളാണ് ഈ പറഞ്ഞ ക്വാണ്ടിറ്റീസ്, ഈ പറയുന്ന ഷുഗർ, ഫാറ്റ് ആൻഡ് എന്താണ് ഈ പറയുന്ന സോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അളവ് ഒന്ന് ഏകദേശം കുറച്ച് ഒരു 30% പാക്കേജ്ഡ് ഫുഡിലുള്ള ഇതിൻ്റെ ഒരു കണ്ടന്റ് 30% കുറച്ച് കൊണ്ടുവരണം. അടുത്ത 3 വർഷത്തിനുള്ളിൽ 30% കുറച്ച് കൊണ്ടുവരണമെന്നൊരു എയിമോട് കൂടി കൊണ്ടുവന്നതാണ് ഈ ഈറ്റ് റൈറ്റ് മൂവ്മെൻറ്റിലെ ആജ് സേ തോടാക്കം എന്ന് പറയുന്ന ഇന്ന് തൊട്ട് കുറച്ച് അങ്ങനെ എല്ലാ ദിവസവും കുറച്ച് ഒരു 30% വരെ കുറവ് കൊണ്ടുവരണമെന്നൊരു ഇൻടേക്കിൽ കുറവ് കൊണ്ടുവരണമെന്ന രീതിയിലാണ് പറയുന്നത് പാക്കേജ്ഡ് ഫുഡിനെ സംബന്ധിച്ചിട്ട്. ദേക്യ എന്ന് പറയുന്നത് അടുത്ത നിങ്ങൾ എന്ത് കണ്ടോ എന്നാണ്. ജൂഹി ചൗളയെ സംബന്ധിച്ചിട്ടൊരു ഒരു യൂട്യൂബ് അഡ്വർടൈസ്മെൻ്റ് ആണ്, FSSA കൊണ്ടുവന്നൊരു അഡ്വർടൈസ്മെൻ്റ് ആണ് ദേഖാ ക്യാ എന്ന് പറയുന്നത് അല്ലേ. നിങ്ങൾ കണ്ടുവോ എന്ന് ചോദിക്കുന്ന ഒരു പരസ്യം. അതൊരു ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ അതും ആരാണ് അപ്പോൾ അതിൽ ആക്ട് ചെയ്തിരിക്കുന്നത്? ജൂഹി ചൗള. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പഠിക്കാനൊരു ഇൻട്രസ്റ്റിംഗ് ഇനിഷ്യേറ്റീവ്സ് പഠിക്കാനായിട്ട് നമ്മൾ പിന്നെ കാണാതെ പഠിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. അവരുടെ സൈറ്റിൽ പോയി അവരുടെ യൂട്യൂബ് വീഡിയോസ് ഇഷ്ടം പോലെയുണ്ട്. അവിടെ എന്താണ് ഇവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവരുടെ പരസ്യങ്ങൾ ഇങ്ങനെ കണ്ടാൽ മതി. തീർച്ചയായിട്ടും നമുക്ക് അത് മനസ്സിൽ നിന്ന് പോവുകയില്ല അല്ലേ. നമുക്ക് ആ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള പിക്ചർ ഇമേജും അതോടൊപ്പം വീഡിയോയും കൂടി ആകുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ അവരിങ്ങനെ ചെയ്തു, ഈ വീഡിയോയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ തന്നെ ദേഖാ ക്യാ എന്ന് പറയുന്ന ഒരു ഹിന്ദി ഫ്രൈസാണ്. അതിൽ എന്താണ് ഹാവ് യു സീൻ, നിങ്ങൾ കണ്ടുവോ എന്ന് ചോദിക്കുന്നത്, എന്ത് കണ്ടുവോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ കാണേണ്ടത് +F, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്ന +F. പക്ഷേ ഇത് ഞാൻ മാത്രം കണ്ടിട്ട് കാര്യമില്ല, എല്ലാവരും കാണേണ്ട ഒരു കാര്യമാണ്. അതാണ് എല്ലാവരും കണ്ടുവോ എന്ന് ചോദിക്കുന്ന +F എന്ന് പറയുന്നത്. എന്താണ് ഈ +F? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഈ +F എന്ന് പറയുന്നത്? അറിയാം, ഫോർട്ടിഫൈഡ് എന്നൊരു കോൺസെപ്റ്റ്, ഒരു മീനിങ് വരുന്ന ഒരു അർത്ഥമാണ്. ഫോർട്ടിഫൈഡ് അരി അല്ല, ഫോർട്ടിഫൈഡ് റൈസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് അതിൽ കാണുന്നുണ്ടോ എന്നാണ് ചോദിക്കുക. ടു ആസ്ക് പീപ്പിൾ ഇഫ് ദേ ഹാവ് സീൻ ഫോർട്ടിഫൈഡ് ഫുഡ് ഓർ നോട്ടീസ് ഫുഡ് സേഫ്റ്റി ഇൻഫർമേഷൻ. നിങ്ങൾ എന്ത് മേടിക്കുമ്പോഴും, നിങ്ങൾ എന്ത് കൺസ്യൂം ചെയ്യുമ്പോഴും, പാക്കേജ്ഡായിട്ടൊക്കെ മേടിക്കുമ്പോൾ നിങ്ങൾ നോക്കണം FSSA നമ്പർ ഉണ്ടോ, പിന്നെന്താണ് +F എന്ന് പറഞ്ഞ ഇതുണ്ടോ, റൈസിനൊക്കെ +F ചേർത്തിട്ടുണ്ടോ, 2 FSSA ലൈസൻസ് നമ്പർ വരുന്നു, എന്തുകൊണ്ടായിരിക്കും സംഭവിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അപ്പം നോട്ടീസ് ഫുഡ് സേഫ്റ്റി ഇൻഫർമേഷൻ എൻകറേജിങ് അവയർനെസ് അബൌട്ട് ഫോർട്ടിഫൈഡ് ഫുഡ് ആൻഡ് ഫുഡ് സേഫ്റ്റി ഇൻ ഇന്ത്യ.
Food Safety Standards Authority of India uses this catchy phrase in English and Hindi to promote nutrition and safety. അല്ലേ, ന്യൂട്രീഷൻസും പോഷണവും അതുപോലെ സുരക്ഷയും ഭക്ഷ്യസുരക്ഷയും പോഷണ സംബന്ധമായ കാര്യങ്ങൾക്കും FSSAI ഈ പറയുന്ന ഒരു ടാഗ് ലൈൻ ഉപയോഗിക്കാറുണ്ട്. ദേഖാ ക്യാ എന്ന് കാണുകയാണെങ്കിൽ ഹാവ് യു സീൻ എന്ന് പറയുന്നിട്ട് എന്താണ് കാണുന്നത്, പ്ലസ് ഫോർട്ടിഫൈഡിൻ്റെയും അതോടൊപ്പം ന്യൂട്രീഷ്യസ് ആൻഡ് സേഫ്റ്റി സേഫ് ഫുഡിൻ്റെ ഒരു അവയർനെസ് ജനങ്ങൾ ജാഗ്രതയോടുകൂടി കാണണമെന്ന് പറയുന്ന ഒരു കാര്യമാണ്. അടുത്തത് ട്രാൻസ് ഫാറ്റ് ഫ്രീ ഇന്ത്യ. ട്രാൻസ് ബിയോണ്ട് എന്നർത്ഥം. ഫാറ്റ് എന്ന് പറയുന്നത് അറിയാം, നിങ്ങളുടെ മുമ്പിൽ ഒരു വസ്തുവായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ആ ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ പറയും അല്ലേ. ബോഡി ഷെയ്മിങ് എന്നൊരു കാര്യം പറയും. ഇപ്പം നമ്മൾ തന്നെ സ്വയമേ നമ്മളെ ബോഡി ഷെയിം ചെയ്യാൻ കാര്യമില്ല എന്ന് പറയും. പക്ഷേ ഹെൽത്തി വൈസ് അത് പറയാൻ റെസ്പോൺസിബിൾ ഉള്ളവർക്ക് പറയാം. എനിക്ക് സ്വയമേ എനിക്കറിയാം, അപ്പോൾ ഇതൊരു പ്രശ്നമുണ്ട്, അപ്പോൾ അതാണ് ഫാറ്റ് റെഡ്യൂസ് ചെയ്യണം, എന്താ തടി കുറയ്ക്കണം. അതേപോലെ പക്ഷേ നമ്മൾ വേറൊരിടത്ത് പറയാൻ നമുക്കെന്ത് അധികാരമെന്ന് നമുക്ക് ചോദിക്കാൻ സാധിക്കും അല്ലേ. പക്ഷേ അവർക്ക് അത്രയും വിശ്വാസമുള്ളത് നമ്മൾ പറയേണ്ട രീതിയിൽ പറയാം. അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് പറയാം, ഓക്കെ നിങ്ങൾ കുറച്ച് ഒബീസാണ്, നിങ്ങൾ സൈസ് കുറയ്ക്കണം, അല്ലെ ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഇന്ന അസുഖങ്ങൾ വന്നു വരാം. അപ്പം ഇത് ഫാറ്റ് കണ്ടൻ്റ് ഉള്ള എന്താണ് നിങ്ങളുടെ ഫാറ്റ് അക്യൂമുലേറ്റ് ചെയ്യുന്ന ഫുഡൊക്കെ കുറച്ചാൽ നന്നായിരിക്കുമെന്നൊക്കെ പറയാൻ ആ ഡയറ്റീഷ്യൻസിനും ഡോക്ടേഴ്സിനും ഒക്കെ പറയാൻ സാധിക്കും അല്ലേ. അല്ലാതെ പറയുമ്പോൾ അതാണ് നമുക്കറിയാം, നമ്മളിങ്ങനെയാണ് നമുക്കറിയാം. പക്ഷേ അത് അങ്ങനെയുള്ളവരടുത്ത് വീണ്ടും ഒരാൾ പറയുമ്പോൾ നമ്മൾ ഓർക്കും, തേർഡ് പാർട്ടി നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അയാൾക്ക് ആ സിറ്റുവേഷൻ ആൾക്കറിയാം. പക്ഷേ നമ്മൾ വീണ്ടും പറയുമ്പോൾ ചിലപ്പോൾ അയാൾക്കൊരു മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ സൈക്കോളജിക്കൽ വശം നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് എന്താണ് ഫാറ്റിനെ കടന്നു പോവുക, അതിവർത്തിക്കുക എന്നൊരു ട്രാൻസ് ഫാറ്റ് ഫ്രീ ഇന്ത്യ അവയർനെസ് ആണ്. ഇത് 2022 ഇത് കൊണ്ടുവരുന്നത്. അപ്പം FSSAI എന്ന് പറയാം ഫ്രീഡം ഫ്രം ട്രാൻസ് ഫാറ്റ് അറ്റ് 75 എന്നാണ് പറയുന്നത്. ആസാദി കെ മഹോത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷങ്ങളുടെ ഭാഗമായിട്ട് കോയിൻസൈഡ് ചെയ്ത് വരുന്നതാണ് ഫ്രീഡം ഫ്രം ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എലിമിനേറ്റ് ട്രാൻസ് ഫാറ്റ് ഫ്രം ദ ഡയറ്റ് ഇൻ എ ഫേസ്ഡ് മാനർ. ഘട്ടം ഘട്ടമായി ട്രാൻസ് ഫാറ്റ് കുറച്ച് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കാര്യം കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് ട്രാൻസ് ഫാറ്റ് എന്താണ്, അതിനൊക്കെ ഒരു എമൗണ്ട് എത്രത്തോളം ഫാറ്റി കണ്ടൻറ്റ് ഒരു ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നത് ഹാസ് ക്യാപ്ഡ് ദി എമൗണ്ട് ഓഫ് ട്രാൻസ് ഫാറ്റി ആസിഡ്സ് TFA. ട്രാൻസ് ഫാറ്റി ഫുഡിലെ കണ്ടൻറ്റിലെ ട്രാൻസ് ഫാറ്റി ആസിഡ്സ് ഇൻ ഓയിലിലും ഫാറ്റിലുള്ള ട്രാൻസ് ഫാറ്റ് കണ്ടൻറ്റ് എന്താണ് 3%. 2021 3%, 2022 2% കുറയ്ക്കണമെന്നാണ് പറയുന്നത്. ആൻഡ് ഫ്രം ദ കറണ്ട് പെർമിസിബിൾ ലിമിറ്റ് ഓഫ് 5% ത്രൂ ആൻ അമെൻമെൻറ്റ് ടു ദി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് പ്രൊഹിബിഷൻ ഓൺ റെസ്ട്രിക്ഷൻ ഓൺ സെയിൽസ് റെഗുലേഷൻസ് അനുസരിച്ച് എന്താണ് ഈ പറയുന്നത്, നേരത്തെ പെർമിസിബിൾ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് 5%, 2021 കൂടി അത് 3% കുറയണം. 22 അടുക്കുമ്പോൾ അത് 2% ആകണമെന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ പറയുന്നത് നേരത്തെ ആദ്യം 5% പെർമിസിബിൾ, 21 3%, 22 2% ഉള്ളത്. ആൻഡ് അമെൻമെൻറ്റ് ടു ദ ഫുഡ് ഇത് എങ്ങനെ കൊണ്ടുവന്നു, ഒരു മാറ്റം എങ്ങനെയാണ് എമൗണ്ട് കൊണ്ടുവരുന്നത്, റെഗുലേഷൻസ് ആണ്. റെഗുലേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. റൂള് കൊണ്ടുവരുന്നതോ സെൻട്രൽ ഗവൺമെൻറ് ആണ് റൂള് കൊണ്ടുവരുന്നത്, മാറിപ്പോരുത്. റെഗുലേഷൻസ് FSSAIയും റൂൾസ് കൊണ്ടുവരുന്നത് ആരാണ്, സെൻട്രൽ ഗവൺമെൻറ് ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് പ്രൊഹിബിഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ഓൺ സെയിൽസ് റെഗുലേഷൻ്റെ അതിന് അനുബന്ധമായിട്ടാണ് ഈ പറയുന്ന ട്രാൻസ് ഫാറ്റിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം ആകാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റെഗുലേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കും. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് പ്രൊഹിബിഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ഓൺ സെയിൽ റെഗുലേഷൻസ് ഒന്ന് നോക്കിയിരിക്കുന്നത് നന്നായിരിക്കും. അടുത്തത് ഈറ്റ് റൈറ്റ് സ്റ്റേ ഫിറ്റ് തഭി ഇന്ത്യ എന്നാണ്. ഈറ്റ് റൈറ്റ് ശരിയായത് കഴിക്കുക, ഇഷ്ടമുള്ളത് കഴിക്കുകയല്ല, ശരിയായത് കഴിക്കുക. ഇഷ്ടവും ശരിയും രണ്ടാണ് അല്ലേ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ശരിയാകണമെന്നില്ല, പക്ഷേ ശരിയായതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതാണെന്നും ഇല്ല. അപ്പം എന്താ പറയുന്നത്, ശരിയായത് കഴിക്കുക, ഫിറ്റായിരിക്കുക. ആൻഡ് തഭി ഇന്ത്യ പറയുന്നത് സൂപ്പർ ഫിറ്റ് ആകുക. തഭി ഇന്ത്യ സൂപ്പർ, ഈറ്റ് റൈറ്റ് സ്റ്റേ ഫിറ്റ് തഭി ഇന്ത്യ, ലെറ്റ് ഇന്ത്യ ബി സൂപ്പർ ഫിറ്റ് എന്ന രീതിയിൽ ഹർഷവർദ്ധൻ അന്ന് 2019 ആ കേന്ദ്ര ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ലോഞ്ച് ചെയ്ത ഈറ്റ് റൈറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ന്യൂ ഹെൽത്തി ഈറ്റിംഗ് അപ്രോച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഒരു ശരിയായ ഭക്ഷണ
രീതി കൊണ്ടുവരിക എന്നാണ് അത്, വിച്ച് പ്ലേസസ് ദ സിറ്റിസൺസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ഹെൽത്ത് റെവല്യൂഷൻ ത്രൂ ഫുഡ് ആൻഡ് ഫിറ്റ്നസ്. ഇതിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഓർമ്മയാണ് വിരാട് കോഹ്ലിയൊക്കെ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഇതിൻ്റെ അംബാസഡറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈറ്റ് റൈറ്റ് ഇന്ത്യ എന്ന ക്യാമ്പയിനകത്ത് തന്നെയാണ് കൊണ്ടുവന്ന ക്യാമ്പയിനായിട്ട് അതായത് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈറ്റ് റൈറ്റ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു പുതിയൊരു ലോഗോയും ടാഗ് ലൈനും കൊണ്ടുവരുന്നത്. സഹി ഭോജൻ ബേഹത്താർ ജീവൻ റിലീസ്ഡ് ബൈ ദി ഹെൽത്ത് മിനിസ്റ്റർ അറ്റ് ആൻ ഇവൻ. ആ ഒരു ഇവൻറ്റിൽ 2019 ഈ പറയുന്ന ഒരു ഇനിഷ്യേറ്റീവിനെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം സഹി ഭോജൻ ബേഹത്താർ ജീവൻ, ഹോൾസം ലൈഫ്, നല്ലത് കഴിക്കൂ പൂർണ്ണമായും ജീവിക്കും, ബേഹത്താർ ജീവൻ എന്ന രീതിയിൽ പറയുന്നു. ഇതാണ് ഈ ഈറ്റ് റൈറ്റ് സ്റ്റേ ഫിറ്റ് തഭി ഇന്ത്യ എന്ന് പറയുന്നത്. അടുത്തൊരു ഇനിഷ്യേറ്റീവാണ് റൂക്കോ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. എന്താണ് റൂക്കോ എന്ന് പറയുന്നത്? റീപർപ്പസ് യൂസ്ഡ് കുക്കിംഗ് ഓയിൽ ഇനിഷ്യേറ്റീവാണ് റൂക്കോ എന്ന് പറയുന്നത്. റീപർപ്പസ് യൂസ്ഡ് കുക്കിംഗ് ഓയിൽ ഇനിഷ്യേറ്റീവ് ക്രിയേറ്റ് എ സിസ്റ്റം ടു കളക്ട് യൂസ്ഡ് കുക്കിംഗ് ഓയിൽ ഫ്രം ഫുഡ് ബിസിനസ്സസ് ആൻഡ് കൺവേർട്ട് ഇറ്റ് ടു ബയോഡീസൽ ഓർ സോപ്പ്, preventing its harmful reuse in food chain and reducing environmental waste. നമുക്ക് റീപർപ്പസ്, ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ വെച്ച് വീണ്ടും വീണ്ടും കുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ വീട്ടിലായാലും ഒരു പപ്പടം കാച്ചുന്നതായാലും കൂടി കുറേ എണ്ണ ബാക്കി വന്നു വെറുതെ കളയേണ്ട, വെളിച്ചെണ്ണയ്ക്ക് എത്ര എണ്ണയ്ക്കൊക്കെ എന്താ വില. അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും അതിൽ വേറെ കുറേ കാര്യമായിട്ട് പൊരിക്കും. പക്ഷേ അത് ശരിക്കും ആരോഗ്യത്തിന് ഹാനികരമായിട്ട് പറഞ്ഞു. അപ്പോൾ റീപർപ്പസ് യൂസ്ഡ് കുക്കിംഗ് ഓയിലൊക്കെ എന്ത് ചെയ്യും? അപ്പോൾ ഇത് എന്താണ് നമ്മുടെ വീട്ടിലെ കാര്യം ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഇപ്പോൾ ചായക്കടയൊക്കെ നമുക്ക് അറിയാം, നമുക്ക് പലയിടത്തുനിന്നും ഉഴുന്നുവട, മൊരിഞ്ഞ ബജി, ഈ മൊരിഞ്ഞ പഴംപൊരി, ഒക്കെ അത്ര നല്ല മൊരിഞ്ഞ ടേസ്റ്റോടെ ഇരിക്കുന്നത് ആ എണ്ണയെ കിടന്ന് പിന്നെ വീണ്ടും ആ എണ്ണയിൽ നിന്ന് കുതിർന്ന് വരുമ്പോൾ അതിങ്ങനെ കഴിച്ച് വരുമ്പോൾ ഒരു എന്ത് മൊരിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കും. പക്ഷേ വാസ്തവത്തിൽ അവരുടെ അടുക്കളയോ ഇത് കുക്കിംഗ് ചെയ്യുന്ന കണ്ടുപോയാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ആ കടയിൽ നിന്ന് സാധനം കഴിക്കില്ല. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ ഞാനൊരു ഈ സ്റ്റുഡിയോയുടെ അടുത്തുള്ള പ്രാന്തപ്രദേശത്തിൽ നിന്ന് തന്നെ ഒരു കടയിൽ ഞാൻ ഈ കാര്യം നേരിട്ട് കണ്ടിട്ടുണ്ട്. ഉപയോഗിക്കുന്ന എണ്ണ, അത് ഏത് എണ്ണ, അത് കാരണം പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണ് ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയും. അപ്പോൾ എല്ലാവരുടെയും വിശപ്പ് മാറ്റണമെന്ന് നമ്മൾ ഉസ്താദ് ഹോട്ടലിൽ പറയുന്ന പോലെ വയറ് നിറയുമ്പോഴാണ് മനസ്സ് നിറയുന്നതെന്ന് ചിന്തിക്കുന്നവർ കുറവാണ്, വിരളമാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവരുടെ ഈ നോക്കുമ്പോൾ അവർ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കും നോക്കും. ഒരു ചായക്ക് ഒരു ദിവസം തന്നെ ടേൺ ഓവർ എന്ന് പറയും, ഒരു ദിവസം 8,000 മുതൽ 20,000 രൂപ വരെ ടേൺ ഓവർ കിട്ടുന്നവരുണ്ട് ചായക്കട മാത്രം നടത്തി. അപ്പം ഒരു ദിവസം അത്രയാണെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ എത്ര അവരുടെ കയ്യിൽ വരും. അപ്പോൾ അവനൊക്കെ ഇപ്പോൾ പ്രോഫിറ്റ് കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഈ പറയുന്ന എണ്ണ വീണ്ടും അത് തന്നെ യൂസ് ചെയ്യും, എന്താണ് മാറ്റുന്നതായിട്ട് കാണിക്കും, വീണ്ടും യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്കത് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയിൽ പരാതിപ്പെടാം. അവർ വന്ന് അവിടെ എന്താണ് ഈ എൻക്വയറിൻ്റെ ഭാഗമായിട്ടൊക്കെ റെയ്ഡ് പോലെയൊക്കെ നടത്തും. റെയ്ഡല്ല, പരിശോധന പോലെയൊക്കെ കാര്യങ്ങൾ നടത്തും. അപ്പോൾ അതിൽ നിന്ന് പിടിച്ചെടുക്കും, പിന്നെ കുറേ നാൾ അടച്ചിടും, വീണ്ടും തുറക്കും. അപ്പം ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ വാച്ച് ചെയ്താൽ മാത്രമേ അവരൊന്ന് നിർത്തും. നമുക്ക് ഡിമാൻഡ് ചെയ്യണം അല്ലേ, സേഫ് ഫുഡ് നമ്മൾ ഡിമാൻഡ് ചെയ്താലേ നടക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ ഇങ്ങനെ എണ്ണ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ബാക്കി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ഈ എണ്ണ കളക്ട് ചെയ്തിട്ട് അത് ബയോഡീസലോ സോപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യേണ്ട ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്ന റൂക്കോ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഇവിടെ എന്താണ്? എഡ്യൂക്കേഷൻ, ഗൈഡൻസ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, സ്റ്റാൻഡേർഡ് ഓഫ് പർപ്പസിനെ പറ്റി പറയുന്നു, എൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ്, ഈ എക്കോസിസ്റ്റം എങ്ങനെയാണ്. അപ്പം ഇതാണ് അങ്ങനെ ആ ലിമിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ടോട്ടൽ പോളാർ കോമ്പൗണ്ട്സിൻ്റെ ശതമാനം ഒരു 25% വരെ മാത്രമേ നോട്ടിഫൈഡ് റെഗുലേഷൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ടോട്ടൽ പോളാർ കോമ്പൗണ്ട്സ് ഒരു എണ്ണയിൽ ടോട്ടൽ പോളാർ കോമ്പൗണ്ട് ഫ്രൈ ചെയ്ത് റിപ്പീറ്റഡ് റൗണ്ട്സ് ഓഫ് ഫ്രൈ വിച്ച് ഇസ് ഹാം ടു ഹെൽത്ത് ഡ്യൂ ടു ദി ഫോർമുലേഷൻ ഓഫ് ടോട്ടൽ പോളാർ കോമ്പൗണ്ട്സ്. അത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ അതിനകത്ത് എന്ത് സംഭവിക്കും? ഈ പോളാർ കോമ്പൗണ്ട്സ് ഒരു പെർസെൻറ്റേജ് എടുക്കും. 25% വരെയൊക്കെ കുഴപ്പമില്ല എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ വെരി ഹാംഫുൾ എന്ന രീതിയിലാണ് പറയുന്നത്. അത് ലിമിറ്റ് അത്രയും സീലിംഗ് വരെ വരും. കുഴപ്പമില്ല എന്നല്ല, കുഴപ്പം വരും, എന്നാൽ അത്രയും വെച്ചെങ്കിലും നിർത്തണം എന്ന രീതിയിൽ പറയുന്നു. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഇത് കളക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ ബയോഡീസലോ ഈ പറയുന്ന സോപ്പൊക്കെ എന്താണ് അത് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് കളക്ട് ചെയ്ത് വരുമ്പോൾ ഇറ്റ്സ് ഹാംഫുൾ യൂസ് അത് കുറയ്ക്കും. പ്രിവെൻറ്റിങ് ഇറ്റ്സ് ഹാംഫുൾ റീയൂസ് ഇൻ ദ ഫുഡ് ആൻഡ് ഓൾസോ റെഡ്യൂസിങ് എൻവയോൺമെൻറ്റൽ വേസ്റ്റ്. അതുവഴി പരിസ്ഥിതി മലിനീകരണത്തെ സംബന്ധിച്ചിട്ട് കാര്യങ്ങളുണ്ട്. അതിൽ നിന്നും അതിൻ്റെ ഒരു അളവ് കുറയ്ക്കുവാനും സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ റൂക്കോ ഇനിഷ്യേറ്റീവ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്, എക്സാമിന് ചോദിക്കാവുന്നതുമാണ്. സെൻട്രൽ CFSOനെ സംബന്ധിച്ചിട്ട് എക്സാമിന് ചോദിക്കാവുന്നതുമാണ്.
അടുത്ത് നിങ്ങളിത് കണ്ടിട്ടുണ്ട്, ജൈവിക് ഭാരത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ഇതിനെ അതാണ് നമ്മളിത് കണ്ടുവന്ന റെഗുലേഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തതിൻ്റെ ഭാഗം നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ജൈവിക് ഭാരത് എന്താ? ഓർഗാനിക് ഫുഡ്സ് ആർ പ്രോഡക്ട്സ് ഓഫ് ഹോളിസ്റ്റിക് അഗ്രികൾച്ചർ പ്രാക്ടീസിങ് ഫോക്കസിങ് ഓൺ ബയോഡൈവേഴ്സിറ്റി, സോയിൽ ഹെൽത്ത്, chemical free inputs, etc. So with an environmentally and social responsible approach that have been produced in accordance with organic production standard, ജൈവ കൃഷി, ജൈവ ഭക്ഷണം ഇല്ലേ, പ്രകൃതി ഭക്ഷണം, ജൈവ ഭക്ഷണം, ഓർഗാനിക് ആയത് കഴിക്കാം എന്നാണ്. രാസമാലിന്യങ്ങളൊന്നും സ്പർശിക്കാത്ത അത്രയും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ജൈവിക് ഭാരത് ഇനിഷ്യേറ്റീവ് എന്ന്. ഈ സിമ്പിൾ ഇതൊക്കെ ഒന്ന് നോക്കി, എന്താണ് ജൈവിക് ഭാരതിൻ്റെ സിമ്പിൾ? ഇപ്പോൾ ഈ കാണണം, ഒരു ഓവൽ ഷേപ്പാണ്, 2 ഇലയുണ്ട്. അപ്പോൾ അത് ഏത് സിമ്പിളൊക്കെയാണെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ആ സിമ്പിളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോക്കി വെക്കണം. അപ്പോൾ ഓർഗാനിക് ഫുഡ് ഇനിഷ്യേറ്റീവ് എന്നാണ് ഈ ജൈവിക് ഭാരതിനെ പറ്റി. അപ്പോൾ ജൈവിക് എന്ന് ഓർഗാനിക് ആണ്, ഭാരത് ഇന്ത്യ. അപ്പോൾ ഓർഗാനിക് ഫുഡ് ഇനിഷ്യേറ്റീവ് ജൈവിക് ഭാരത് ഓർഗാനിക് ഫുഡ് ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ജൈവിക് ഭാരതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇത് തന്നെയാണ്. ആർ പ്രോഡക്ട്സ് ഓഫ് ഹോളിസ്റ്റിക് അഗ്രികൾച്ചർ പ്രാക്ടീസിങ് ബയോഡൈവേഴ്സിറ്റി, മണ്ണിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് കെമിക്കൽ രാസമാലിന്യങ്ങൾ കഴിവതും കുറച്ചുകൊണ്ട് ബയോഡൈവേഴ്സിറ്റിയെ പ്രൊമോട്ട് ചെയ്ത് പരിസ്ഥിതിയും സാമൂഹികപരമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഓർഗാനിക് ഫുഡ് എന്ന ഇനിഷ്യേറ്റീവ്സ് ആയിട്ട് വന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് ജൈവിക് ഭാരത് എന്ന് പറയുന്നത്. ആൻഡ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്താണ് ഓർഗാനിക് ഫുഡ്സ് റെഗുലേഷൻ എന്നതിൻ്റെ ഭാഗമായിട്ട് 2017 ഇത് സംബന്ധമായിട്ട് റെഗുലേഷൻ കൊണ്ടുവന്നു. ഓർഗാനിക് ഫുഡ്സ് റെഗുലേഷൻ ഉണ്ട്. ഇറ്റ് വാസ് നോട്ടിഫൈഡ് ഇൻ ദ ഗസറ്റ് ഓഫ് ഇന്ത്യ 29/12/2017 ഇത് ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ദ യൂണിഫൈഡ് ലോഗോ ക്രിയേറ്റ് ബൈ FSSAI ഇസ് എൻ ഐഡന്റിറ്റി മാർക്ക് ടു ഡിസ്റ്റിംഗ്വിഷ് ഓർഗാനിക് പ്രോഡക്ട്സ് ഫ്രം നോൺ ഓർഗാനിക് വൺസ്. അപ്പോൾ അവരുടെ പാക്കേജ് ഫുഡ് അല്ലെങ്കിൽ ഫുഡ് ഭക്ഷണ പദാർത്ഥമായിട്ട് ബന്ധപ്പെട്ട് ഫുഡിൻ്റെ ഒരു പാക്കേജൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് ഈ ഒരു സിമ്പിൾ ഉണ്ടാകും, ജൈവിക് ഭാരത്. അപ്പോൾ ഓർഗാനിക് ഫുഡാണ് തിരിച്ചറിയാം. അപ്പോൾ എന്തിനാണ് അങ്ങനെ? അത് നോൺ ഓർഗാനിക്കിൽ നിന്നും വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോഗോ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഗസറ്റിൽ വരുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗാനിക് ഫുഡ് റെഗുലേഷൻസ് 2017 റെഗുലേഷൻസ് കൊണ്ടുവരുന്ന ആരാണ്? FSSAI ആണ് കൊണ്ടുവരുന്നത്. അപ്പം അതിൽ നോട്ടിഫൈ ചെയ്തതാണ്. ഇന്ന് ഗസറ്റിൽ 29/12/2017 നോട്ടിഫൈ ചെയ്ത പ്രകാരം ദ യൂണിഫൈഡ് ലോഗോ ക്രിയേറ്റ് ബൈ FSSAI ഇസ് എൻ ഐഡന്റിറ്റി മാർക്ക്. എന്തിനാണ് ഈ ലോഗോ കൊണ്ടുവന്നത്? ടു ഡിസ്റ്റിംഗ്വിഷ് ഓർഗാനിക് പ്രോഡക്ട്സ് ഫ്രം നോൺ ഓർഗാനിക് വൺസ്, സപ്പോർട്ടഡ് വിത്ത് ദി ടാഗ് ലൈൻ ജൈവിക് ഭാരത് അറ്റ് ദി ബോട്ടം. കണ്ട, പേരവസാനം ജൈവിക് ഭാരത് എന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ജൈവിക് ഭാരത് എന്ന് പേരുണ്ടാകും, പിന്നെ ഒരു ലോഗോ ഉണ്ട്, താഴെ പേരും ഉറപ്പായിട്ടും എഴുതിയിരിക്കും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ആ ഒരു മോട്ടോ ആയിട്ട് കാണുന്നത്. അപ്പം എന്താണ്? ഓർഗാനിക് ഫുഡ് സിഗ്നിഫൈസ് ഓർഗാനിക് ഫുഡ് ഫ്രം ഇന്ത്യ അല്ലേ. ജൈവിക് ഭാരത് എന്ന് പറയുമ്പോൾ പുറം രാജ്യത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഈ ഒരു സിമ്പിൾ ഉണ്ടെന്ന്, ഓർഗാനിക് ഫുഡ് ഫ്രം ഇന്ത്യ എന്നൊരു സിമ്പിൾ കാണിക്കുന്നത് ഡിനോട്ട് ചെയ്യുന്നതാണ് ഈ ജൈവിക് ഭാരത് എന്നുകൊണ്ട് ഉദ്ദേശിക്കും. അപ്പോൾ ഓർഗാനിക് ഫുഡ് ഇനിഷ്യേറ്റീവ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ജൈവിക് ഭാരത് ഇനിഷ്യേറ്റീവ് എന്ന് പറയാൻ സാധിക്കും. പ്രധാനപ്പെട്ട ടേക്ക് അവേ ഈ റെഗുലേഷൻ. ഗസറ്റിൽ വന്ന ഡേറ്റ് വേണമെങ്കിൽ ഓർത്ത് വെച്ചോ. പിന്നെ എന്താണ് അതിൻ്റെ ഉദ്ദേശം, എങ്ങനെയാണ് ഇത് എഴുതുന്നത്, അത്രയേ ഉള്ളൂ. അതാണ് പ്രധാനമായിട്ട്. പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന്, ഓർഗാനിക് ഫുഡ്സിൻ്റെ ലക്ഷ്യം എന്താണ്, ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ളത്. അടുത്ത ഒരു ഇനിഷ്യേറ്റീവാണ് പ്രോജക്റ്റ് ക്ലീൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഇനിഷ്യേറ്റീവ് ബൈ ഇന്ത്യാസ് FSSAI എയിം ടു ട്രാൻസ്ഫോർ സ്ട്രീറ്റ് ഫുഡ് ഹബ്സ് ഇൻ ടു ഹൈജീനിക്, സേഫ് ആൻഡ് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ഫുഡ് ഡെസ്റ്റിനേഷൻ ബൈ ട്രെയിനിങ് വെൻഡേഴ്സ്, അപ്ഗ്രേഡിംഗ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, എൻഷുറിംഗ് സേഫ് വാട്ടർ യൂട്ടൻസിൽസ് ആൻഡ് സർട്ടിഫൈങ് ദോസ് മീറ്റിംഗ് FSSAI സ്റ്റാൻഡേർഡ്സ്, പ്രൊമോട്ടിംഗ് ബോത്ത് പബ്ലിക് ഹെൽത്ത് ആൻഡ് ക്യുലിനറി ടൂറിസം അല്ലേ. ടൂറിസം, ഫുഡ് ടൂറിസം ഒക്കെ ഇപ്പം കൂടുതലാണ്. ഇപ്പം നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെ റീൽസൊക്കെ കാണുകയാണെങ്കിൽ എന്താണ് ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന കട ഇവിടെയാണെന്ന് പോയി വ്ളോഗേഴ്സൊക്കെ അല്ലേ, ഫുഡ് വ്ളോഗേഴ്സ് എന്ന് നമുക്ക് ചുരുക്കം പേര് വിളിക്കുന്നവർ, അവരെ പോയി ഇന്നൊരു സ്പോട്ടുണ്ട്, ഇവിടെ അധികാരം പോകാത്ത സ്പോട്ടാണ്, നല്ല ടേസ്റ്റാണ്, 50 രൂപയ്ക്ക് പൊരിച്ച മീനടി എന്താണ് സഹിതം ഇത്രയും ഊണും കിട്ടും, വേറെ ഇടത്തും കിട്ടൂല, ഇത്രയും എന്താണ് ഈ പറയുന്ന രീതിയിലൊക്കെ പല പല കടകളുടെയൊക്കെ പരസ്യങ്ങളൊക്കെ തന്ന് നമ്മൾ ആകർഷിക്കേണ്ടത്. കണ്ണൂർ വന്നാൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു പ്രത്യേകതരം കോക്ടെയിൽ ഇന്നൊരു കടയിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കും അല്ലേ. അപ്പം ഇതിൻ്റെ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. ഇതേപോലെ തിരുവനന്തപുരത്ത് എന്താണ് ഒരു ഭാഗത്ത് പോകുമ്പോൾ ഒരു വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞാൽ ഒരു
വരി നിറയെ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പരസ്യം കൊടുക്കാറില്ല. അവരെനിക്ക് പൈസ തരാറില്ലല്ലോ, വ്ളോഗേഴ്സ് എനിക്കും പൈസ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പരസ്യം കൊടുക്കും. തിരുവനന്തപുരത്ത് ഇന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ തട്ടുകടകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന. അപ്പം ഇത് ഏകദേശം എത്രത്തോളം മാറി നമുക്കറിയാം. സാധാരണ ഈ പറയുന്ന സ്ട്രീറ്റ്, ഈ പറയുന്ന ഫുഡ് വെൻഡേഴ്സ് എന്ന് പറയുന്നത് പൊതുവേ ഒരു ഓടയുടെ ഒക്കെ അടുത്തായിരിക്കും ഇന്ന് പൊതുവെ വച്ചിട്ടുണ്ടാകുക ഒരു ഡ്രെയിനേജ്. കാരണം സാധാരണയായിട്ട് കൈ കഴുകുന്നപ്പോൾ അവിടെ ഓടയുണ്ട്, അവിടെ കൈ കഴുകുക, ഓടയിൽ കൈ കഴുകുക, പിന്നെ ബാക്കി വേസ്റ്റൊക്കെ അതിലിട്ട് തട്ടുക, ആ രീതിയിലൊക്കെയാണ് പണ്ട്. ഇപ്പോൾ അത് കുറേയൊക്കെ മാറിയിരിക്കുന്നത്. എങ്ങനെ വേസ്റ്റ് ഡിസ്പോസലും ഫുഡ് അത്രയും ക്ലീനായിട്ട് കൊടുക്കണം. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, മാത്രമല്ല ഇൻഫ്രാസ്ട്രക്ചർ, കാർട്ട്, വേസ്റ്റ് ഡിസ്പോസൽ സംബന്ധിച്ച കാര്യങ്ങൾ. അപ്പോൾ അത്രയും ഹൈജീനിക്കും സുരക്ഷിതവുമായ രീതിയിൽ ഒരു ഗ്ലോബൽ റെക്കഗ്നിഷൻ കിട്ടാൻ ഒരു ഫുഡ് ഡെസ്റ്റിനേഷൻ എന്നറിയപ്പെടുന്ന രീതിയിൽ ഒരു ഗ്ലോബൽ റെക്കഗ്നിഷൻ കിട്ടുമ്പോൾ അത്രയും സേഫും ക്ലീനും ഒക്കെ ആയിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എത്താൻ വേണ്ടി FSSAI ഇത് സർട്ടിഫൈ ചെയ്ത് കൊടുക്കും. അത്രയും നിങ്ങളുടെ ഒരു ഫുഡ് ഹബ്, സ്ട്രീറ്റ് ഫുഡ് ഹബ് നിങ്ങൾ ഹൈജീനിക് സേഫ് ആണ്, ഇറ്റ് ഈസ് ബീൻ സപ്പോർട്ടഡ് ബൈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി, സർട്ടിഫൈഡ് ബൈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ആ ഒരു സ്ട്രീറ്റ് ഹബിനെ ആ ഒരു രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാം. അത്രയും സർട്ടിഫിക്കേഷൻ ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പബ്ലിക് ഹെൽത്തെയും ക്യുലിനറി ടൂറിസവും പ്രൊമോട്ട് ചെയ്യാൻ, ക്യുലിനറി എന്ന് പറഞ്ഞാൽ കിച്ചൺ എന്നൊക്കെ അർത്ഥമുണ്ട്. ക്യുലിനറി നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസം പ്രൊമോട്ട് ചെയ്യാനും പബ്ലിക് ഹെൽത്ത്, പൊതുവാരോഗ്യം പ്രൊമോട്ട് ചെയ്യാനും. കാരണം FSSAI ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതാണ് അല്ലേ, ഹോൾസം ഹെൽത്ത്, സേഫ്റ്റി ഫുഡ് ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ, ഹെൽത്ത് നോക്കി അത് പ്രധാനമായ എയിം വെച്ചിട്ടാണ് ആ നിയമം തന്നെ നിലവിൽ വരുന്നത്. അപ്പം അത് ഏറ്റവും മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഇനിഷ്യേറ്റീവ്സും FSSAI കൊണ്ടുവരുന്നത്. അപ്പം സേഫ്, അപ്ഗ്രേഡിങ് ഇൻഫ്രാസ്ട്രക്ചർ, കാർട്ട്, വേസ്റ്റ് ഡിസ്പോസൽ, ഹൈജീൻ, അത് ഫുഡ് മേക്ക് ചെയ്യുന്ന ആളുടെ ഹൈജീൻ. അപ്പോൾ വേർത്തിട്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കുറച്ച് കറക്കിയെടുക്കുന്ന രീതിയൊന്നും സമ്മതിക്കാനായിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത്രയും സേഫ് ആൻഡ് ഹൈജീനിക്കാണ്. അപ്പോൾ FSSAI ഇങ്ങനെ സേഫ്റ്റി അഷ്യൂർഡ് ചെയ്തെന്ന് പറഞ്ഞ് ഇങ്ങനൊരു സാധനം കൊടുക്കും. ഒന്നും കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അഷ്യൂർഡ് സേഫ്റ്റി. അപ്പോൾ FSSAI ഇങ്ങനെ ഒരു കൊടുക്കുക, സേഫ്റ്റി അഷ്യൂർഡ്, FSSAI സർട്ടിഫൈഡ് എന്ന രീതിയിലൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. പ്രോജക്റ്റ് ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്. പ്രോജക്റ്റ് ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കുറച്ച് ലെഫ്റ്റ് ഔട്ടായ കുറച്ച് ഇനിഷ്യേറ്റീവ്സ്, ഇനിയും ഇനിഷ്യേറ്റീവ്സ് വരാം. അതൊക്കെ ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് തന്നെ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ്, ഈവൻ എക്സാം നടക്കുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് വരെയുള്ള അപ്ഡേറ്റ്സ് നമ്മൾ FSSAI ആയിട്ട് ബന്ധപ്പെട്ട ഇനിഷ്യേറ്റീവ്സ് നമ്മൾ അറിയണം. അതിന് എന്ത് ചെയ്യണം? CFSI സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പത്രം വായന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പത്രം വായിച്ചിരിക്കണം. FSSAI ഇനിഷ്യേറ്റീവ്സിൻ്റെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇതിനെ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആപ്പൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഓരോ വാർത്തകൾ, സ്കീമിനെ കുറിച്ചൊക്കെ ഓരോ വാർത്തകളൊക്കെ ലഭ്യമാകുന്നതാണ്. അപ്പം അതേപോലെ സംസ്ഥാന തലത്തിലുള്ള കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.